90-ാം സങ്കീർത്തനം വായിച്ച് കേൾപ്പിക്കുന്നു. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഇന്നത്തെ ഈ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമ്മെ വിട്ട് കർത്തൃസന്നിധിയിൽ കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ ചേർക്കപ്പെട്ട ത്രേസ്യ മാതാവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അവസാനത്തെ ശുശ്രൂഷകൾ നൽകുന്നതിലേക്കായിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ചർച്ചിൻ്റെ അങ്കണത്തിൽ ഒരുമിച്ചായിരിക്കുന്നു. കൂടെ ആയിരിക്കുന്ന ഈ ദുഃഖവാർത്ത അറിഞ്ഞു എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ബന്ധുമിത്രാദികൾക്കും നാട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും വിശേഷാൽ സ്വാഗതവും അറിയിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് പ്രധാനമായിട്ടും ശുശ്രൂഷ നിർവഹിക്കുന്നതിനേക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബഹുമാനമുള്ള പാസ്റ്റർ യേശുദാസ് അവറുകളാണ്. അദ്ദേഹം ഞങ്ങളുടെ ട്രിവാൻഡ്രം റീജിയൻ്റെ മുൻ മേഖലാ ഡയറക്ടറും ഇപ്പോൾ കാട്ടാക്കട അസംബ്ലീസ് ഓഫ് സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്നു. ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ ഈ ശുശ്രൂഷയ്ക്ക് പ്രത്യേക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ വന്ദനം ചെയ്യുന്നു. അതുപോലെ സ്റ്റേജിലും അതുപോലെ ആയിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർക്കും ദൈവവന്ദനം. അതുപോലെ കർത്താവിൻ്റെ ദാസൻ ബ്രദർ വിജേഷിൻ്റെ ആശ്രയിരിക്കുന്ന എം ജെ ഫിലിപ്പ് അവർ കുളക്കോട് അസംബ്ലീസ് ഓഫ് സഭയുടെ ശുശ്രൂഷകനാണ്. കർത്താവിൻ്റെ ദാസനെ വന്ദനം ചെയ്യുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് പാസ്റ്റർ ഡേവിഡ്, പാസ്റ്റർ ഷെഫിൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെയും വിശേഷാൽ ഈ ഫ്യൂണറൽ സർവീസിലേക്ക് സ്വാഗതം ചെയ്യും. കഴിഞ്ഞ 67 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും ദൈവവുമായി അംഗീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് കുട്ടിച്ചൽ അസംബ്ലീസ് ഓഫ് സഭയുടെ അംഗമായിരുന്ന പ്രിയമാതാവ് ത്രേസ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രിയമാതാവ് കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. ചില നാളുകളായി ശാരീരികമായിട്ടുള്ള ചില രോഗങ്ങളാൽ പ്രിയമാതാവ് ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ ആ മാതാവിന് നൽകിയ 2 മക്കൾ സിസ്റ്റർ ദിവ്യയും സിസ്റ്റർ വിദ്യയും പ്രിയമാതാവിനെ മാറി അവർ ഒരുമിച്ച് ഒക്കെ ശുശ്രൂഷിക്കുവാനിടയായിത്തീർന്നു. എങ്കിലും താൻ പ്രിയമിച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ കർത്താവ് വിളിച്ചു ചേർത്തപ്പോൾ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. ഈ ശരീരം വിട്ട് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. ആത്മാവിൻ്റെ ഉടയവനായ ദൈവത്തിലേക്ക് ആത്മാവ് കടന്നുപോയിരിക്കുന്നു. നിത്യസ്വസ്ഥതയിലേക്ക്, വിശ്രാമത്തിലേക്ക് പ്രിയമാതാവ് കടന്നുപോയിരിക്കുകയാണ്.
ഈ ലോകത്തിലെ ജീവിതം വെറും താൽക്കാലികമാണ്, വളരെ ക്ഷണികമാണ്. എന്നാൽ നിത്യമായൊരു ജീവിതം ദൈവം നമുക്കായി സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യജീവനിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഒരു വഴിയാണ് മരണമുഖാന്തരം മനുഷ്യന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. എല്ലാവർക്കും കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ പറ്റില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച, ദൈവമായി സ്വീകരിച്ച, അംഗീകരിച്ച, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ഏവർക്കും ദൈവരാജ്യത്തിൽ, ആ നിത്യരാജ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രിയ ത്രേസ്യ മാതാവിന് ആ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്, എടുത്തു പറയത്തക്ക സംഗതിയാണ്. ഈ ലോകത്തായിരിക്കുന്ന നമ്മളേവരും നിത്യമായ ജീവിതത്തിലേക്കൊരു പ്രവേശനത്തിനുള്ള ഒരുക്കം ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നാളുകളാണ് ചുരുങ്ങിയ 70-80 വർഷങ്ങൾ, അല്ലെങ്കിൽ ഏറിയാൽ 100 വർഷം, 105-107 വർഷങ്ങളൊക്കെ ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ലോകത്തിലെ ജീവിതം ആ നിത്യജീവനിലേക്കുള്ള പ്രവേശനത്തിനുള്ള നാളുകളാക്കി തീർക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിലേക്ക് നിങ്ങളെ എവിടെയും സ്വാഗതം ചെയ്തു. ഇന്നിവിടെ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ തന്നെ 8:30 കഴിഞ്ഞു. നമ്മുടെ ക്രമീകരണം അനുസരിച്ച് 11 മണിക്ക് കേശവാസപുരം പരുത്തിപ്പാറയുള്ള അസംബ്ലീസ് ഗവൺമെൻറ് സെമിട്രിയിൽ ബോഡി എത്തിക്കണം. അതുകൊണ്ട് 10 മണിയോടുകൂടിയെങ്കിലും ഇവിടെ നിന്ന് യാത്ര തിരിക്കണമെന്നാണ് ഞങ്ങളുടെ ക്രമീകരണങ്ങൾ. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് അനുശോചനം രേഖപ്പെടുത്തുന്നവരെല്ലാവരും സമയം വളരെ കൃത്യമായി പാലിച്ച് വളരെ ഷോർട്ടാക്കി ഈ കുടുംബത്തിന് വേണ്ടിയുള്ള അനുശോചനത്തിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രസ്താവിക്കാൻ ഞാൻ വിശേഷം ഓർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് അവരുകൾ അല്പസമയം അനുശോചനമായി പ്രത്യാശ വാക്കുകൾ നമ്മോട് സംസാരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മുഖത്തുമാകട്ടെ. പ്രിയ വാത്സല്യമാതാവിൻ്റെ ദേവവിയോഗത്തിലുള്ള ബന്ധത്തിൽ ഈ യാത്രയെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ, പ്രധാന ശുശ്രൂഷ നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കർത്തദാസൻ, ഈ ഭവനത്തിലെ കുടുംബാംഗങ്ങൾ, ചർച്ചക്കാരായി ബന്ധുമിത്രാദികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാത്ത സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തിലുള്ള ബന്ധത്തിലാണല്ലോ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. വിശിഷ്യ പ്രിയ വിദ്യസിസ്റ്റർ, ഞാൻ ശുശ്രൂഷിക്കുന്ന പല സഹോദരികളും സംഗീത ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല ഇടങ്ങളിലും ഒരുമിച്ച് ഞങ്ങൾക്ക് ആയിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. ആ വെളിച്ചത്തിലാണ് എനിക്കും ഇവിടെ വരുവാൻ ഇടയായത്. ഇവിടെ കർത്തദാസൻ ഓർപ്പിക്കപ്പെട്ടതുപോലെ മരണം എന്നുള്ളത് എല്ലാ മനുഷ്യരിലും ദൈവം നിയമിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. വളരെ ക്ഷണികമായ ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ അറിയാം, അത് 4 വിരൽ നീളം മാത്രം. 70 ഏറെയായാൽ 80. രാവിലെ മുളച്ചു വരുന്ന പുല്ല് വൈകിട്ട് അരിഞ്ഞു പോകുന്നത് പോലെയാണ്, ഉണങ്ങിപ്പോകുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ആയുസ് നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മുടെ നിത്യത ദൈവം നിർണ്ണയിക്കുന്നത്. നമുക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്, പ്രത്യേകിച്ച് ഈ മാതാവിനെ സംബന്ധിച്ച്. ഇവിടെ അധ്യക്ഷൻ ഓർപ്പിക്കപ്പെട്ടതുപോലെ തന്നെ തൻ്റെ ആയുസ്സിൽ തനിക്ക് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു വിശുദ്ധമായ ജീവിതം കാഴ്ചവെച്ച് ദൈവം നിർണയിക്കപ്പെട്ട സമയമായപ്പോൾ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തു. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. കൊലോസ്യ ലേഖനത്തിൽ മൂന്നാമത്തെ വാക്യത്തിങ്ങനെ പറയുന്നു, നിങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ
നാമം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഉറപ്പായി പ്രത്യാശിക്കുന്നു, ഈ മാതാവ് ഇപ്പോൾ ഉറങ്ങുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആരും ഉണർത്തിയാൽ ഈ മാതാവ് ഇപ്പോൾ വിളി കേൾക്കത്തില്ല. എന്നാൽ ഇവിടെ ഓർപ്പിക്കപ്പെട്ടതുപോലെ 11 മണി കഴിയുന്ന സമയത്ത് തനിക്ക് വേണ്ടി വിശ്രമിപ്പാൻ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സെമിട്രിയിലേക്ക് ഈ ഭൗതിക ശരീരം വയ്ക്കും. പക്ഷേ നമ്മുടെ കർത്താവ് കാഹളത്തിൻ്റെ ശബ്ദം മുഴക്കുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്ന ഈ വാത്സല്യ മാതാവിൻ്റെ ജീവൻ തേജസ്സോടുകൂടെ, ജീവനുള്ള പുനരുദ്ധാനത്തോടുകൂടെ കല്ലറകളെയും മണ്ണിനെയും ഭേദിച്ചുകൊണ്ട് ആകാശത്തിൻ്റെ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരും, ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് ക്രൈസ്തവ പ്രത്യാശ. ആ പ്രത്യാശ ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ആ പ്രത്യാശയിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ചസബ്ഗോഡ് ഇൻ ഇന്ത്യ അരുവിക്കര ദൈവസഭയുടെയും എല്ലാവിധ ആശ്വാസങ്ങളും ജീവനുള്ള പ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സമയം അനുവദിച്ച് കർത്തദാസന്മാർക്ക് പ്രത്യേക നന്ദി. നമ്മുടെ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ. അടുത്തതായിട്ട് പാസ്റ്റർ സ്റ്റെഫിൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കിങ്സ്റ്റൺ പാസ്റ്റർ, ഈ മേഖലയുടെ ശുശ്രൂഷകനായിരുന്ന കർത്താവദാസൻ പ്രിയ യേശുദാസ് പാസ്റ്റർ, മറ്റഭിഷക്തന്മാർ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇപ്രകാരം ഈ ധരണത്തിലായിരിക്കുവാൻ സ്വർഗമൊരുക്കുന്ന സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകാൽ ഈ പ്രിയ മാതാവിൻ്റെ മൂത്ത മകൾ കുടുംബമായി IPC ശാലയും പൗടിക്കോണം സഭയുടെ അംഗങ്ങളായി അവിടെ ആയിരിക്കുന്നു. അവരോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം എനിക്കും ഇപ്രകാരമായിരിക്കുവാൻ അവസരങ്ങൾ ഒരുക്കിയത്. കഴിഞ്ഞ 67 വർഷങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവനാമത്തിന് വേണ്ടി, അറിഞ്ഞ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടുകൂടി ദൈവകൃപയാൽ നിലനിൽക്കുവാൻ പ്രിയമാതാവിന് സ്വർഗം അവസരങ്ങളെ ഒരുക്കി. ശരീരത്തിൽ ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുടെയൊക്കെ അവസ്ഥകളുടെ നടുവിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവമായ കർത്താവ് ഏറിയ കൃപ നൽകുവാനായിട്ടിടയായിത്തീർന്നു. പ്രിയമാതാവിനെ ശുശ്രൂഷിക്കുവാൻ കർത്താവിന് ദാസൻ പറഞ്ഞതുപോലെ തലമുറകൾക്ക് ഭാഗ്യം നൽകുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം വചനം നമ്മെ ഓർപ്പിക്കുന്ന ഒറ്റ കാര്യം ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയാകുന്നുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് അത്യുത്തമമെന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ടുന്നത് ആ അത്യുത്തമമായ ആ പദവി പ്രാപിക്കുവാനായിട്ട് പ്രിയ മാതാവിന് ഭാഗ്യം ലഭിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് പകലിൽ ഈ ശുശ്രൂഷകൾ ഇവിടെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പ്രിയ മാതാവിന് വേണ്ടി നാം ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് നാം തിരിച്ചറിയേണ്ടുന്നത് നാം ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ, ആ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുക്കുവാൻ, അവിടുത്തെ നാമത്തെ വിശ്വസിക്കുവാൻ, അവിടുത്തെ നാമത്തെ സ്വീകരിക്കുവാൻ സ്വർഗം ഈ നാളുകളിൽ നമുക്ക് ഭാഗ്യമൊരുക്കണം. ഇന്ന് പകൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നുണ്ട്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ അവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. അതേ പ്രിയരെ, ഈ ലോകം വിട്ട് മരണം വഴിയായി നിത്യ തുറമുഖത്തിലേക്ക് പ്രവേശിച്ച ഈ പ്രിയ മാതാവ് കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആദ്യം ഉയർക്കുവാനായിട്ടിടയായിത്തീരും. ഈ പ്രിയ മാതാവിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി സ്വർഗം കൽപ്പിച്ചിരിക്കുന്നത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ആ ഭാഗ്യകരമായ പ്രത്യാശ, ആ ഭാഗ്യകരമായ അവസ്ഥ പ്രാപിക്കാൻ സ്വർഗം നമുക്ക് കൃപ നൽകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ സർവശക്തനായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന IPC ശാലയും പൗടിക്കോണം സഭയുടെയും അവിടെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് സമയം അനുവദിച്ചെന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. മാറാനാഥ അനാഥമ. താങ്ക് യു പാസ്റ്റർ. അടുത്തതായിട്ട് പാസ്റ്റർ മാധു അവர்கள்
അനുശോചനമായി നമ്മോട് ചില വാക്കുകൾ സംസാരിക്കും. വേർപാടിൻ്റെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവർ, ദേശക്കാർ, സഭക്കാർ എല്ലാവരെയും സർവാശ്വാസങ്ങളുടെ ഉറവിടമായിരിക്കുന്ന കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്നുള്ള വാക്കുകളോടുകൂടി വളരെ കൊച്ചുനാൾ മുതൽ പരിചിതമായ ഒരു മാതാവാണ്. എൻ്റെ വളരെ കൊച്ചു പ്രായം മുതൽ കാണുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഭവനത്തിലെ പ്രിയ മാതാവും പ്രിയ വിദ്യയും ദിവ്യയും ഒക്കെ. വേർപാട് എല്ലാവർക്കും അനിവാര്യമാണ്. മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും വേർപാട് ഉണ്ട്. മരണമെന്ന തിരശ്ശീലയ്ക്കപ്പുറം മാറ്റപ്പെടാതെ മനുഷ്യനായി ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനായി കഴിയുകയില്ല. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ 2 പ്രാവശ്യം ജനിക്കുന്നവർക്ക് ഒരിക്കൽ മരണവും, ഒരിക്കൽ ജനിക്കുന്നവർക്ക് 2 മരണവും വിശുദ്ധ ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 2 പ്രാവശ്യം ജനിക്കുക സർവ്വസാധാരണമായി എല്ലാ മനുഷ്യരും ജനിക്കുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി 9-10 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യ കുഞ്ഞായി വരുന്നു. അതെല്ലാ മനുഷ്യൻ്റെയും ജനനം. അങ്ങനെ മനുഷ്യനായി ജനിക്കുന്നവന് ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് മരണമെന്ന തിരശ്ശീലയ്ക്കപ്പുറം മാറ്റപ്പെടേണ്ട ഒരു അവസരമുണ്ടാകും. എന്നാൽ ആ മരണത്തിനപ്പുറമായുള്ള ജീവിതത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ അറിയുകയും മനസ്സിലാക്കുകയും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് എങ്കിൽ മരണത്തിനപ്പുറമായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി ഈ ലോകത്തിൽ വിവിധമാകുന്ന കാര്യങ്ങൾ പറയുന്നു എങ്കിലും വിശുദ്ധ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, ഈ ലോകത്തിലെ സകല മനുഷ്യരും പാപികളായി ജനിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഏതൊരു മനുഷ്യനും പാപിയായി ജനിക്കുന്നു. ആ പാപത്തിന് പരിഹാരമായി പല കാര്യങ്ങൾ ഈ ലോകത്തിൽ പറയുന്നു എങ്കിലും വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഒരു മനുഷ്യന് പാപത്തിൽ നിന്നുള്ള രക്ഷ നേടുവാനായി കഴിയുകയുള്ളൂ. അങ്ങനെ പാപത്തിൽ നിന്നും രക്ഷ നേടുവാനായി, ശുദ്ധീകരണം പ്രാപിക്കുവാനായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവരെ വീണ്ടും ജനിച്ചവർ എന്ന് പറയുന്നു. 2ാമത്തെ ജനനം. അങ്ങനെ വീണ്ടും ജനിച്ച് യേശുവിൻ്റെ കൽപ്പനകൾ തിരുവചനം അനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിൽ നിന്നുള്ള മരണമെന്ന ഒറ്റ മരണം മാത്രം. എന്നാൽ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനും വീണ്ടും ജനനം പ്രാപിക്കുവാനും അവസരം ലഭിച്ചിട്ടും അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരണമെന്ന തിരശ്ശീലയിൽ മാറ്റപ്പെടുന്നു എങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, 2ാമത് ഒരു മരണം, അത് നിത്യമരണം അവർക്കായി കാത്തിരിക്കുന്നു. പ്രിയ ഗ്രേസി മാതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ യാത്രയപ്പിനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അപ്പുറത്തുള്ള ജീവിതത്തിന് വേണ്ടി, മരണത്തിനപ്പുറമായ പ്രത്യാശ നിർഭരമായ ജീവിതത്തിന് വേണ്ടി ആരെങ്കിലും തയ്യാറാകാതെ അതിനുവേണ്ടി ഒരുങ്ങാതിരിക്കുന്നു എങ്കിൽ ഈ മാതാവിൻ്റെ വേർപാടിൻ്റെ ഈ പ്രത്യേക പശ്ചാത്തലം നിങ്ങൾക്കും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനുള്ള അവസരമായി മാറ്റപ്പെടട്ടെ. ഇന്ന് പകലിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. പ്രത്യേകിച്ച് ഈ വാത്സല്യ മാതാവിൻ്റെ എൻ്റെ കൊച്ചുനാളിൽ ഈ വാത്സല്യ ഭവനത്തിൽ കടന്നു വന്നു പോകാനൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിച്ചു എങ്കിലും ഞാൻ താമസിച്ചിരുന്ന പ്രാവശ്യമ്പലത്ത് ഞങ്ങൾ ക്രിസ്ത്യൻ അംബാസഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ പ്രിയ വിദ്യമോൾക്കും പ്രിയ മാതാവിനും എൻ്റെ ഭവനത്തിൽ വന്ന് ചില ദിവസങ്ങൾ താമസിക്കുവാനും ഞങ്ങളോടൊപ്പം ഒക്കെ ആയിരിക്കാനുള്ള അവസരങ്ങളെ ലഭിച്ചു. അത് എൻ്റെ ജീവിതത്തിലും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സർവാശ്വാസങ്ങളുടെ ഉറവിടമായിരിക്കുന്ന കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. പ്രത്യാശയുടെ മുഖത്ത് ഈ മാതാവിനെ കാണാമെന്നുള്ള ആശംസയോടുകൂടി ബൈബിൾ ലീഗ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ആ പ്രത്യേക സംഘടനയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്ത്യൻ അംബാസഡേഴ്സ് എന്ന് പറയുന്ന ടീമിൻ്റെയും എല്ലാവരുടെയും അനുശോചനവും പ്രത്യാശയുടെ വാക്കുകളും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ.
കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനു തോമസ് അവர்கள் നമ്മുടെ മധ്യത്തിൽ വന്നെത്തിയിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് കുറ്റിച്ചൽ അസംബ്ലീസ് സഭയുടെ ശുശ്രൂഷകനായിരുന്നു പാസ്റ്റർ ബിനു തോമസ്. അദ്ദേഹം ചില വാക്കുകൾ നമ്മോട് അനുശോചനമായിട്ടും ചില പ്രത്യാശ വാക്കുകളായിട്ടും നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിൻ്റെ വേർപാടിൽ എനിക്കും കടന്നു വരുവാൻ കർത്താവ് ചെയ്ത കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2000 ഞാൻ ഈ കുറ്റിച്ചൽ സഭയിൽ ശുശ്രൂഷകനായിട്ട് ഞാൻ വരുന്നത്. ആ സമയം ഈ കുടുംബം നമ്മുടെ സഭയിൽ ഇല്ലായിരുന്നു. അവർ മറ്റൊരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് അവരായിരുന്നു. എന്നാൽ അവിടെ പ്രതിസന്ധികളിൽ ചില പ്രയാസങ്ങളുടെ നടുവിൽ സഭയായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ നിമിത്തം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 2001 അവർ കുറ്റിച്ച സഭയിലേക്ക് വരാനായിട്ട് ഇടയായത്. അന്ന് ഇവിടെ പ്രിയ ദേവദാസൻ പറഞ്ഞ പോലെ ഈ മക്കളൊക്കെ കുഞ്ഞു മക്കളായിരുന്നു. നമ്മുടെ വേലയ്ക്ക് ഒരു വലിയൊരു അനുഗ്രഹമായി തന്നെ നിന്ന ഒരു കുടുംബമാണ്. മക്കളെ ഓർത്ത് വലിയ ഭാരവും പ്രയാസവും എപ്പോഴും പേറിക്കൊണ്ട് നടക്കുന്ന ഒരു മാതാവാണ്. എന്നാൽ അവരാഗ്രഹിച്ചത്, അവരെന്താണോ അവർ ഭാരപ്പെട്ടത്, അതെല്ലാം അവരുടെ കണ്ണുകളായിട്ട് കണ്ണിൽ തന്നെ കാണാൻ ദൈവം അവർക്ക് കൃപ നൽകി. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ചിലപ്പോൾ ഒരു മുൻനിരയിൽ നിന്ന് അവരെ അറിയാമെന്നുള്ള ഒരാളായിരിക്കാം ഞാൻ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവർ വന്ന ആ യാത്രകൾ, ജീവിതയാത്രകൾ വളരെ കഷ്ടപ്പാടും സാമ്പത്തികപരമായും ഭൗതികപരമായിട്ടൊക്കെ വലിയ പ്രതിസന്ധി കൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. 2005 ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറി പോകുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ആ കുടുംബമായിട്ടുള്ള ബന്ധം ഉണ്ട്. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ അവരുടെ വീട് തന്നെ ഒരു ചെറിയ ഒരു വീട്ടിലാണ് അവർ അഭയം തേടിയത്. പക്ഷേ ഇന്ന് അവർക്ക് ദൈവം നല്ലൊരു ഭവനം കൊടുത്തു. അവരുടെ ഇളയ പൈതൻ്റെ വിവാഹം അത് നടക്കാനിടയായി. മൂത്തവരുടെ വിവാഹം നടന്നു. ഇതിനോടകം പ്രിയദാനം ബ്രദറും നിത്യതയിലേക്ക് ചേർക്കപ്പെടാനിടയായി. അങ്ങനെ ഒരു വിധത്തിൽ കഷ്ടതയിലൂടെ പ്രയാസത്തിലൂടെ വന്നെങ്കിലും ഇന്ന് അവരുടെ തലമുറകളിലൂടെ അവർക്ക് സന്തോഷം പ്രാപിക്കാനും സന്തോഷിക്കുവാനും ദൈവം അവിടുന്ന് കൃപ ചെയ്തു. നമുക്കെല്ലാവർക്കും മരണമുണ്ട്. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ്, എൻ്റെ ആയുസ് എത്രയെന്നും എൻ്റെ നാളുകൾ എത്ര ഉണ്ട് എന്ന് നീ എന്നെ അറിയിക്കണം. കാരണം ഞാൻ എത്ര ക്ഷണീകൻ എന്ന് ഞാൻ ഒന്ന് അറിയട്ടെ. അപ്പോൾ എൻ്റെ ആയുസ് എത്ര ഉണ്ടെന്ന് ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്. പക്ഷെ അതിന് മറുപടിയായി വേദപുസ്തകം തന്നെ പറയുന്നു, 1000 വർഷം ഒരു ദിവസം പോലെയും ഒരു ദിവസം ദൈവത്തിന് 1000 ദിവസം പോലെയും ഇരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ഒരു ദിവസം തികയണമെങ്കിൽ 1000 വർഷം കടന്നു പോകുമ്പോഴാണ് ദൈവത്തിന് ഒരു ദിവസം തികയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കണക്കനുസരിച്ച് ഈ മാതാവ് കുറച്ച് നാൾ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ കണക്കനുസരിച്ച് 1000 വർഷം വരുമ്പോഴാണ് ഒരു ദിവസമാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കണക്കനുസരിച്ച് ഒരു ദിവസം പോലും ഈ മാതാവ് ഈ ഭൂമിയിൽ പാർത്തില്ല. മാതാവ് മാത്രമല്ല, ഈ മാതാവിന് മുന്നമേ പോയവരും നമ്മുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. അത്ര ചുരുക്കമുള്ള, അത്ര ചുരുങ്ങിയതായിരിക്കുന്ന ഈ നമ്മുടെ ആയുസ്സിൽ ദൈവത്തെ അറിഞ്ഞ് ഒരു നല്ലൊരു പൈതലായി ഈ ഭൂമിയിൽ പാർക്കുവാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രത്യേകിച്ച് പ്രിയ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ സഭയുടെയും പെരുങ്കടവിള സെക്ഷൻ്റെയും എല്ലാവിധമായ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്ററുടെ വാക്കുകൾക്ക് നന്ദി. ഇനി നമ്മുടെ ആരനാട് അസംബ്ലീസ് ഗോഡിൻ്റെ ആരനാട് സെക്ഷൻ പ്രസിഡന്റ് പാസ്റ്റർ ധർമ്മദാസ് അവர்கள் നമ്മുടെ മധ്യത്തിലുണ്ട്. ബഹുമാന്യ കർത്തൃദാസന് ചില വാക്കുകൾ നമ്മോട് അറിയിക്കുന്നതിനായിട്ട് കൊടുക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ വേർപാടിലിട്ട് പോയ മാതാവിൻ്റെ മകൾ, കുടുംബങ്ങൾ, മറ്റു മക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേർപാട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ദുഃഖം ഉളവാക്കുന്ന ഒന്നാണ്.
എങ്കിലും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശയുണ്ട്, നമുക്ക് വീണ്ടും അവരെ കാണാം എന്ന്. മറ്റാർക്കുമില്ലാത്ത ഒരു പ്രത്യാശജനകമായ അനുഭവമാണ് ദൈവമക്കൾക്കുള്ളത്. മരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒടുക്കത്തെ ശത്രുവായിട്ടാണ് നമുക്ക് തിരുവചനങ്ങളിൽ കൂടിയും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദാവീദ് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. ഞാൻ എത്ര ക്ഷണികൻ എന്ന് അറിയുവാൻ ഇടയായിത്തീരട്ടെ എന്ന്. നമുക്കറിയാം, ഓരോ മനുഷ്യൻ്റെയും ആയുസ്സിൻ്റെ ദൈർഘ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര വർഷക്കാലം ജീവിച്ചിരിക്കും എന്ന് നമുക്കാർക്കും അറിയത്തില്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പ ആയുസ്സുള്ളവനും കഷ്ട സമ്പൂർണനും ആണ് എന്ന്. അപ്പോൾ അല്പ ആയുസ് എന്ന് പറയുമ്പോൾ അത് എത്രയാണ് എന്ന് നമുക്കറിയുവാൻ കഴിയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ. അദ്ദേഹം 150 വർഷക്കാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും താൻ ചെയ്തിരുന്നു. ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഓരോ മണിക്കൂറും ഇടപെട്ട് പരിശോധിക്കുവാൻ, തൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത വർദ്ധിക്കേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുവാൻ, എല്ലാം വളരെയധികം സൂക്ഷ്മതയോടെ 150 വർഷക്കാലം അല്ലെങ്കിൽ 150 വയസ്സ് വരെ താൻ ജീവിച്ചിരിക്കും എന്നുള്ള ആ ദൃഢപ്രതിജ്ഞയോടെ ജീവിച്ച ഒരു വ്യക്തിയാണ് താൻ. എന്നാൽ 50 വയസ്സ് വരെ മാത്രമേ തനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിഞ്ഞുള്ളൂ. 50 വയസ്സായപ്പോഴേക്കും താൻ ലോകത്ത് വിട്ട് യാത്ര പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് നമുക്ക് നിർണ്ണയിക്കുവാൻ കഴിയത്തില്ല. ദൈവം നമുക്ക് എത്രയാണോ ആയുസ് വച്ചിരിക്കുന്നത് അത്രയും ആയുസ് വരെ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുള്ളൂ. ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ 67 വർഷക്കാലം ഈ മാതാവിനെ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. നമ്മുടെ ആയുഷ്കാലം എത്രയാണെന്ന് നമുക്കറിയുവാൻ കഴിയുകയില്ല. ദൈവം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് നാം പോയേ മതിയാവുള്ളൂ. നാം വെറും കൈയോടെ വന്ന് വെറും കൈയോടെ തന്നെ നാം മടങ്ങിപ്പോകണം. ലോകത്ത് എത്ര നാൾ ജീവിച്ചിരിക്കണമെന്നറിയാതെ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, വളരെയധികം അഹങ്കാരത്തോടെ ജീവിച്ചിരിക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി രാജ്യങ്ങളെ പിടിച്ചടക്കി മഹാസമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ സമുദ്രത്തിലെ വെള്ളത്തിന് കൈക്കുമ്പിൾ കോരിയിട്ട് താനിങ്ങനെ പറഞ്ഞു, അല്ലയോ മഹാസാഗരം, സമുദ്രമേ, നീ ഒരു ജനതയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കീഴടക്കുമായിരുന്നു എന്നാണ്. അധികം താമസിക്കാതെ താൻ മലമ്പനി ബാധിതനായി. തൻ്റെ കൊട്ടാരം ഡോക്ടർമാർക്കൊന്നും തന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. താൻ മരിച്ചപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെന്നെ എൻ്റെ ഡെഡ് ബോഡി ഈ നഗരത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളിൽ കൂടെ, തിരുവീതിയിൽ കൂടെ ശവമഞ്ചത്തിൽ കയറ്റി വിലാപയാത്ര ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങൾ ചെയ്യണമെന്ന് താൻ ഓർപ്പിച്ചു. ഒന്ന്, താൻ പറഞ്ഞത് തൻ്റെ ശവമഞ്ചം ചുമക്കുന്നത് തന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ തന്നെ ആയിരിക്കണമെന്ന്. മറ്റൊന്ന്, താൻ അനവധി കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, സമ്പത്തുകൾ, സ്വർണം ഒക്കെ നേടിയിട്ടുണ്ട്. താൻ പറഞ്ഞു, ഞാൻ കൂട്ടിവെച്ചിട്ടുള്ള സ്വർണങ്ങളെല്ലാം എന്നെ കൊണ്ടുപോകുന്ന ആ തിരുവീതികൾ കൂടെ കൂമ്പാരമായി കൂട്ടി വെക്കണം. ഇങ്ങനെ താൻ ചില കാര്യങ്ങൾ. അത് മറ്റൊരു കാര്യം പറഞ്ഞു, ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കൈകളും 2 വശത്തേക്കാട്, ശവമഞ്ചം തുറന്ന് 2 കൈ വശത്തേക്കാട് മലർത്തിയിട്ടേക്കണം. എന്തിനും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർക്ക് എൻ്റെ ജീവനെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ നേടിയ സമ്പത്തൊന്നും എൻ്റെ കൂടെ കൊണ്ടുപോകുന്നില്ല. ഞാൻ വെറും കൈയോടെ വന്നു, വെറും കൈയോടെ തന്നെ പോകുകയാണ് ചെയ്യുന്നത്. നമുക്ക് ലോകത്തിലൊന്നും കൊണ്ടുപോകാനില്ല. നാം വെറും കൈയോടെ വന്ന് വെറും കൈയോടാണ് പോകുന്നത്. എന്നാൽ മരിച്ചു പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു കാര്യമാണ്, മാതാവ് മരിച്ചു പോയി. പക്ഷേ
ഈ മരിച്ചു പോകുന്നത് എവിടെയാണ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കിടക്കുന്നത് യഥാർത്ഥ വ്യക്തിയല്ല, ആ വ്യക്തി വഹിച്ചിരുന്ന ഒരു ഭൗതിക കൂടാരമാണ്. യഥാർത്ഥ വ്യക്തി കർത്താവിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമുക്കൊരു പ്രത്യാശയുണ്ട്, അവരെ വീണ്ടും കാണാം. വീണ്ടും നമുക്ക് ഈ ഭൂമിയിൽ കണ്ടതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ കാണുവാൻ കഴിയുമെന്നുള്ള ആ വലിയ പ്രത്യാശ, ആ വലിയ പ്രത്യാശയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശേഷാൽ ആരനാട് സെക്ഷൻ്റെ എല്ലാവിധമാകുന്ന അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ബ്രദർ സന്തോഷ് ജോയ്, അടൂർ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ സംഗീത വേദികളിൽ നിറസാന്നിധ്യമായി കർത്താവിന് വേണ്ടി ഏറ്റവും അധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ വാത്സല്യ സഹോദരി വിദ്യയുടെ മാതാവിൻ്റെ ഈ ദേഹവിയോഗത്തിൽ പങ്കുചേരുവാൻ, ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ അനേക സ്ഥലങ്ങളിൽ ഉയർത്തുവാൻ ഉള്ള ഭാഗ്യം കർത്താവ് ഒരുക്കി. പെട്ടെന്ന് മാതാവിൻ്റെ വേർപാടറിഞ്ഞപ്പോൾ വളരെ ദുഃഖം ജീവിതത്തിലുണ്ടായി. എങ്കിലും നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് പ്രിയ മാതാവ് കടന്നു പോയിരിക്കുന്നത്. പ്രത്യാശയിൽ ഇല്ലാത്തവരെ പോലെയല്ല, നമുക്ക് വലിയ ഒരു പ്രത്യാശയാണ് കർത്താവ് തന്നിട്ടുള്ളത്. മരണമെന്ന് പറയുന്നത് നമുക്കറിയാം, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എല്ലാ ഭവനങ്ങളിലും എത്തിച്ചേരുന്ന ഒരു കാര്യമാണ്. അതിനെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ. ഏറിയ പ്രത്യാശയാൽ ഈ കുടുംബത്തെയും, എൻ്റെ പ്രിയ സഹോദരിയെയും കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പറയുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാ പ്രത്യാശയും ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ക്രിസ്ത്യൻ മ്യൂസിക്കൽ ഫെലോഷിപ്പ് അടൂർ റീജിയൻ്റെ പ്രത്യാശയുടെ വാക്കുകളും ഈ തരുണത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഗാനത്തിൻ്റെ ചില ചരണങ്ങൾ പാടി ദിവസത്തിലിരിക്കാനായിട്ട് താല്പര്യപ്പെടും. പുതുജീവൻ പകർന്നിടും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും.
അടുത്തതായി കുറ്റിച്ചൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ഗിൽബർട്ട് സാം അവர்கள் നമ്മോട് ചില വാക്കുകൾ സംസാരിക്കും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദുഃഖകരമായിരിക്കുന്ന സമയം സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യ പദവിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2016 കുറ്റിച്ചൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഞാൻ കുടുംബമായി ശുശ്രൂഷകനായി കടന്ന് വരുന്നത്. കഴിഞ്ഞ 8 വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കുറ്റിച്ചൽ സഭയിലോടുള്ള ബന്ധത്തിൽ ദേശത്തിൽ ചെയ്യാൻ ദൈവം അവസരമൊരുക്കി. ഈ 8 വർഷക്കാലത്തെ ഒരു പിരിയാത്ത നല്ലൊരു സ്നേഹബന്ധം ഈ ഭവനവുമായി ദൈവം ഞങ്ങൾക്ക് നൽകുവാൻ ദൈവം സഹായിച്ചു. പ്രിയ മാതാവ് കഴിഞ്ഞ ദിവസം ഈ ലോകം വിട്ട് കടന്നുപോയി. നമുക്കെല്ലാവർക്കും ഒരു തീരാ നഷ്ടമാണ്, കുടുംബത്തിന് തീരാ നഷ്ടമാണ്, നമ്മുടെ സഭയ്ക്കൊരു നഷ്ടമാണ്. എന്നിരുന്നാലും ആ നഷ്ടങ്ങളെ നികത്തി തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. ഈ 8 വർഷങ്ങൾ ഞങ്ങളിവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളെ വളരെ ആഴമായി സ്നേഹിച്ച ഒരു മാതാവാണ്. ഞങ്ങൾ മാതാവിൻ്റെ ഭവനത്തിൽ വിസിറ്റിങ്ങിന് കടന്നു വരുമ്പോൾ ആ മാതാവിൻ്റെ ആ വലിയ സ്നേഹം ഇപ്പോഴും ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു സ്നേഹമാണ്. ദൈവദാസന്മാരെ കരുതുകയും ദൈവദാസന്മാരുടെ കൂടെ നിന്ന് ദൈവവേല ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവാണ്. ഞങ്ങൾ ഭവനത്തിൽ വരുമ്പോൾ ആ മാതാവ് ഭൗതികമായി നന്മകൾ തരാറുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട്. എന്നാൽ അതെല്ലാം ചെയ്തിട്ടും അവർ പറയുന്നൊരു പദമുണ്ട്, പാസ്റ്ററെ എന്നെക്കൊണ്ട് ഇത്രേ ചെയ്യാൻ കഴിയൂ. സ്തോത്രം, പ്രൈസ് ലോർഡ്. അങ്ങനെ ആഴമായി ദൈവത്തെ സ്നേഹിച്ച ആ മാതാവ് കഴിഞ്ഞ ദിവസം നിത്യതയിൽ പ്രവേശിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് മാതാവിനെ വേർതിരിച്ചു. അവരുടെ 2 മക്കളും ഞങ്ങളുടെ സഭയിലെ ആക്റ്റീവ് മെമ്പറാണ്. മൂത്ത സഹോദരി മറ്റൊരു സ്ഥലത്ത് വിവാഹം കഴിഞ്ഞ് പോയെങ്കിലും ദൈവവേലയോടുള്ള ബന്ധത്തിൽ അവരുടെ അകമഴിഞ്ഞ സ്നേഹവും കൈത്താങ്ങലുകളും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ അവരുടെ മാതാവിൻ്റെ 2ാമത്തെ മകളാണ് വിദ്യ സഹോദരി. സഹോദരിയുടെ ഭർത്താവ് വിജേഷ് ബ്രദർ. അവരുടെ സേവനങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സേവനങ്ങളായിരുന്നു അവർ ഞങ്ങളോട് കാണിച്ച അകമഴിഞ്ഞ സ്നേഹങ്ങൾ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രിയ മാതാവിന് 2 പെൺമക്കളെ ദൈവം നൽകി. ആ 2 പെൺമക്കളെയും ദൈവ മാർഗത്തിലൂടെ വളർത്താൻ, ദൈവിക വഴികളിലൂടെ വളർത്താൻ, അവർക്ക് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ദൈവം അവർക്ക് ഈ ഭൂമിയിൽ അവസരം നൽകിയത് എടുത്തു പറയത്തക്ക കാര്യമാണ് എന്ന് ഇന്ന് ഓർക്കുകയാണ്. ദൈവം ആ കുടുംബത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്ന് പകൽക്കാലം പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മളും ഈ മരണവാതിൽ അടുത്ത് നിൽക്കുകയാണ്. ഈ മരണ ക്യൂവിൽ നമ്മൾ നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആര് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഈ മാതാവിന് ഇന്ന് പകൽക്കാലം പറയാൻ കഴിയും, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ
67 വർഷങ്ങൾ ഈ ഭൂമിയിലായിരുന്നു. അതിൽ ഭൂരിഭാഗവും കർത്താവിനെ സേവിക്കാൻ, ക്രിസ്തുവിനെ ആരാധിക്കാൻ, ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ദൈവം ആ മാതാവിന് ഭാഗ്യമൊരുക്കി. കഷ്ടതകൾ വന്നു, വേദനകൾ വന്നു, ആമേൻ, പലവിധമായ പ്രയാസങ്ങൾ വന്നു. എങ്കിലും ആ മാതാവ് ഈ വിശ്വാസത്തിന് വേണ്ടി അടരാടി പോരാടാൻ ദൈവം അവർക്കൊരു ആയുസ് കൊടുത്തു. ദൈവം ആ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ, ഈ മാതാവ് പോയ സ്ഥലത്ത് നമുക്കും പോയി ഒരു ദിവസം ഈ മാതാവിനെ കാണാമെന്നുള്ളതായ ആ വലിയ പ്രത്യാശയോടുകൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന കരുവിലാഞ്ചി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയും അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ ജോസ് പത്തനാപുരം, അദ്ദേഹം പാസ്റ്ററും അതുപോലെ ഒരു നല്ല പാട്ടുകാരനുമാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദുഃഖസാന്ദ്രമെങ്കിലും പ്രത്യാശ നിർഭരമായ ഈ നല്ല സമയത്തിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഞങ്ങളുടെ എല്ലാവരുടെയും വാത്സല്യ സഹോദരിയായിരിക്കുന്ന ക്രൈസ്തവ കൈരളിയുടെ അനുഗ്രഹീത ഗായിക പ്രിയ വിദ്യയുടെ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ഞങ്ങൾക്കും കുടുംബമായി വന്ന് പങ്കെടുക്കുവാൻ ഇങ്ങനൊരു അവസരം ലഭിച്ചതുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേർപാട് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. നാം ദൈവവചനത്തിൽ വായിക്കുന്നത് ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വേദനയും പ്രയാസവും ദുഃഖവും ഉളവാക്കുന്നതാണെങ്കിൽ കൂടി രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള ജീവനുള്ള പ്രത്യാശ മരണത്തിനപ്പുറത്തുള്ള ഭാഗ്യകരമായ പ്രത്യാശയാണ്. അതാണ് നമ്മെ നിലനിർത്തുന്നത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം ഇതുവരെയും സ്ഥാപിക്കാൻ കഴിയാത്തവരായി ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ അടക്കാരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിനെ സമർപ്പിക്കുവാൻ ഈ ശുശ്രൂഷകൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ക്രൈസ്തവ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മ്യൂസീഷ്യൻ ഫെലോഷിപ്പ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകൾക്ക് പങ്കുവഹിക്കുന്ന, ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവദാസിയാണ് പ്രിയ വിദ്യ. ആ കുടുംബത്തിൽ ഞങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പത്തനാപുരം റീജിയൻ്റെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യാശയും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ഒരു പ്രത്യാശ ഗാനത്തിൻ്റെ ചില വരികൾ പാടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം, എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം, ഉയിർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും, ഉയിർപ്പിൻ
താങ്ക് യു പാസ്റ്റർ. കർത്താവിൻ്റെ ദാസൻ സാജൻ ജോൺ, സാൽവേഷൻ ആർമിയുടെ ശുശ്രൂഷനായിരിക്കുന്ന കർത്തൃദാസൻ നമ്മോട് ചില വാക്കുകൾ സംസാരിക്കും. കർത്താവും രക്ഷിതാവും പരിപാലകനും ഭരണകർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും ധന്യവുമേറിയ ഈ നല്ല പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം തനിക്ക് വേണ്ടി ഒരുക്കി വെച്ച നിത്യകൂടാരത്തിലേക്ക് പ്രവേശിച്ച എന്നെ ഏറെ സ്നേഹിച്ച പ്രിയപ്പെട്ട മാതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ സ്വർഗം നൽകിയ ശ്രേഷ്ഠ പദവി ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനവുമായിട്ട് എനിക്കുള്ള ബന്ധം ഏകദേശം 20 വർഷം ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ ഈ തൊട്ടടുത്ത ഭവനത്തിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിൻ്റെ അന്ന് തുടങ്ങിയ ഒരു സ്നേഹബന്ധമാണ് ഈ ഭവനവുമായിട്ടുള്ളത്. മാത്രവുമല്ല, പ്രിയപ്പെട്ട സഹോദരി വിദ്യ എന്നോടൊപ്പം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾക്ക് ഇന്നും ആ സുഹൃത്ത് ബന്ധം വളരെ നന്നായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നു. അതിലുപരി ഒരാത്മീയ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാം സ്വർഗത്തിലെ ദൈവം നൽകിയ അനുഗ്രഹിക്കപ്പെട്ട പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മാതാവ് എനിക്കും ഏറെ സ്നേഹം തന്നിട്ടുള്ള, ഏറെ കരുതിയിട്ടുള്ള ഒരു പ്രിയപ്പെട്ട മാതാവാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്ന സമയത്ത് ശാരീരികമായി ക്ഷീണിതനായിട്ട് ഞാൻ കാണുന്ന സമയത്ത് എന്നെ ഈ ശാരീരിക ക്ഷീണം അത് നോക്കി വേണം പ്രവർത്തിക്കാൻ എന്നൊക്കെ ഉപദേശം നൽകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാവ്, ഒരു മകനെന്നുള്ള കൺസേൺ തന്നിട്ടുള്ള മാതാവ്. ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ വിയോഗത്തിൽ ആ പ്രിയപ്പെട്ട ഭവനത്തിലെ അംഗങ്ങളെന്ന പോലെ തന്നെ ഞാനും ദുഃഖിതനാണ്. എങ്കിലും നമ്മളെ നടത്തുന്ന ഒരു പ്രത്യാശയുണ്ടല്ലോ, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രിയപ്പെട്ട മാതാവിന് ആ അതിമനോഹര ദേശത്ത് അളവുനൂൽ വീണതോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നല്ല അവകാശം അവിടെ ലഭ്യമായതിനെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ നഷ്ടമുണ്ടാകുമെന്ന് ഞാൻ കാണുന്നു. അലക്സാൻഡ്രിയ കപ്പലിൽ യാത്ര ചെയ്യുന്ന സഹയാത്രക്കാരോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ നഷ്ടം സംഭവിക്കുന്നു. ഈ നാളുകളിൽ ലോകത്തൊത്തിരി പ്രാണനുകളെ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെട്ട മാതാവ് പ്രാണനെ ഇല്ലാതാക്കി കളയാതെ കർത്താവ് കൊടുത്ത പ്രാണനെ ഭദ്രമായി സൂക്ഷിച്ച് അവൻ്റെ കരങ്ങളിലേക്ക് മടക്കി കൊടുക്കാൻ കാണിച്ച വ്യഗ്രതയോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരണമെന്ന് പറയുന്നത് മരിക്കുന്നവർക്കത് ഭാഗ്യമാണെങ്കിലും ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്നെ സംബന്ധിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വിയോഗം എൻ്റെ ഹൃദയത്തെയും പിടിച്ചുലച്ചതാണ്. എന്നാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ശുശ്രൂഷയിലായിരുന്നത് കൊണ്ട് മാത്രം ഇന്നും ആ പ്രത്യാശയിൽ നിലനിൽക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നു. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഭവനത്തോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്ത് ഇറങ്ങി വരുമ്പോൾ അന്ന് കർത്താവിനോടൊപ്പം ഈ പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രത്യാശ നമ്മളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കാഹളം എന്തേ മുഴങ്ങിയില്ല നാഥ എന്ന എൻ്റെ ഗാനത്തിൻ്റെ ഒരു വരി കൂടെ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രത്യാശാഗാനമായിട്ട് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശോഭിതപുരത്തിൽ ക്ലേശങ്ങളില്ല, ശോകമില്ല, ഒട്ടും കഷ്ടമില്ല. ശോഭിതപുരത്തിൽ ക്ലേശങ്ങളില്ല, ശോകമില്ല, ഒട്ടും കഷ്ടമില്ല. ഒരിക്കൽ ഞാൻ ഉറങ്ങി ഉണരുമ്പോളക്കരെ നാട്ടിലങ്ങെത്തിയിടുമേ. ഒരിക്കൽ ഞാൻ ഉറങ്ങി ഉണരുമ്പോളക്കരെ നാട്ടിലങ്ങെത്തിയിടുമേ. കാഹളമെന്തേ മുഴങ്ങിയില നാഥ, കാത്തിരുന്നിട്ടെത്ര നാളായി ഞാൻ. കാഹളമെന്തേ മുഴങ്ങിയില നാഥ, കാത്തിരുന്നിട്ടെത്ര നാളായി ഞാൻ. കാതങ്ങളെത്ര ഞാൻ താണ്ടേണമിനിയും കാന്തനെ കണ്ടിടുവാൻ. കാതങ്ങളെത്ര ഞാൻ താണ്ടേണമിനിയും കാന്തനെ കണ്ടിടുവാൻ. എൻ്റെ കാന്തനെ കണ്ടിടുവാൻ. ആ ഒരു വലിയ പ്രത്യാശ നമ്മളെ ഭരിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് പാസ്റ്റർ MJ ഫിലിപ്പ്, മുളക്കോട് അസംബ്ലീസ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനും നമ്മുടെ പ്രിയ വിജേഷ് പുതൻ്റെ പാസ്റ്ററുമാണ്. പ്രിയ ദേവദാസൻ നമ്മോട് ചിലവാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. 116 സങ്കീർത്തനം 15 വാക്യത്തിൽ നാം വായിക്കുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകും. ദൈവത്തിൻ്റെ മഹത്വം. പ്രതികാൽ പ്രിയ മാതാവ് ചില മണിക്കൂറുകൾക്ക് മുമ്പേ നമ്മെ വിട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അറിഞ്ഞ സമയം മുതൽ നാം എല്ലാവരും കടന്നു വരികയും കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ അനുഭവമാണല്ലോ ദൈവത്തിൻ്റെ മഹത്വം. എന്നാൽ ഇനി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതായ ആ ഭൗമ്യ ശരീരത്തോടുള്ളതായ ബന്ധത്തിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നതായ വേളയിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. മരണസമയത്താണ് ഇങ്ങനെയുള്ളതായ ഭാഗങ്ങളെല്ലാം നമുക്ക് കേൾക്കുവാൻ തക്കണം കഴിയുന്നത്. എന്നാൽ ജീവിച്ചിരുന്നതായ സമയത്ത് പ്രിയ മാതാവ് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതായ ഒരു വാക്കാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 13 വാക്യത്തിൽ വായിക്കുന്നത്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. അവർ കഴിഞ്ഞ നാളുകളിൽ പ്രത്യാശ വെച്ചിരുന്നതായ ആ തുറമുഖത്തേക്ക് കടന്നുപോയി എന്നുള്ളതായ കാര്യം ഉറപ്പേറിയതായ ഒരു അനുഭവമായിട്ടാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. 67 വർഷങ്ങൾ അവർക്ക് ജീവിച്ചിരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വലിയ പ്രത്യാശയുള്ളതായ ഒരു അമ്മയായിരുന്നു എന്ന് പ്രത്യേകാൽ പറയുവാൻ തക്കവണ്ണം കഴിയും. പ്രിയ വിജേഷും സിസ്റ്റർ ആമൻ വിദ്യയും അസംബ്ലീസ് ഓഫ് ഗോഡ് കുളക്കോട് സഭയിലെ അംഗങ്ങളും എല്ലാ ആഴ്ചയിലും കടന്നു വന്ന് ആമൻ ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വം അവിടുത്തെ ഗായക സംഘത്തിൻ്റെ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നതായ വ്യക്തികളുമാണ്. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ മാതാവിൻ്റെ മരണവാർത്ത വിളിച്ചറിയിച്ചതായ സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇവിടെയായി സഭയായിട്ട്, എന്നാൽ വന്ന സമയത്ത് ഒരു അനുഭവം കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞത് മറ്റ് സഭകളിൽ അല്ലെങ്കിൽ മറ്റ് ഭവനങ്ങളിൽ ഇല്ലാത്തതായ ഒരു കാര്യമാണ്. നിലവിളിയോ
ആമേൻ കരച്ചിലോ കണ്ണുനീരോ ഇല്ലാത്തതായ ഒരു അനുഭവം. അതൊരു വലിയ പ്രത്യാശയുടേതായ അനുഭവമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്തായാലും അവർ കടന്നുപോയതായ ആ പ്രത്യാശ നാടിലേക്ക് നമുക്കും കടന്നു പോകുവാൻ തക്കവണ്ണം അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുകയും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വലിയ പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കുകയും ചെയ്യാം. പ്രിയ കുഞ്ഞുങ്ങളും അവൻ അങ്ങനെയുള്ളതായ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരെ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അധികമായി സംസാരിക്കാനുള്ളതായ സമയം പോരാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തി ഈ സമയം ഇവിടെ ഇരിക്കുകയാണ്. ആമേൻ കൊളക്കോട് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും ആമേൻ ജനത്തിൻ്റെയും ആമേൻ അനുശോചനം ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് കുറ്റിച്ചൽ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശേഖരയങ്കൾ ചില വാക്കുകൾ നമ്മോട് സംസാരിക്കും. അതിനുശേഷം ഈ കുടുംബത്തെ പ്രതിനിധീകരിച്ച് സിസ്റ്റർ ദിവ്യ ചില വാക്കുകൾ നമ്മോട് സംസാരിക്കും. ദൈവത്തിന് മഹത്വം. പ്രിയ ത്രേസി സഹോദരിയുടെ വേർപാടോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബത്തെ, അവരെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ആമയെ ബഹുമാനീയരെ, ആമയെ എല്ലാവരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറിയ വർഷങ്ങളായി പ്രിയ സഹോദരിയും കുടുംബമായി നമ്മളെ കുറ്റിച്ചൽ പച്ചക്കാട് AG ചർച്ചിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ചില ശാരീരിക ബുദ്ധിമുട്ട് മുഖാന്തരം ചില നാളുകൾ അവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. അവരെ മക്കളെയും ഈ ദൈവ സ്നേഹത്തിൽ വളർത്തുവാൻ ദൈവം അവർക്ക് ഭാഗ്യം കൊടുത്തു. എന്നാൽ ദൈവ ജനത്തെയും ദൈവദാസന്മാരെയും മാനിക്കുന്നതിൽ അവർ വളരെ പങ്കുവഹിച്ചു. ദൈവജനത്തോട് വളരെ സ്നേഹം ഉള്ള പ്രിയ സഹോദരി ആയിരുന്നു. അവർക്ക് ദൈവം ഈ ഭൂമിയിൽ കൊടുത്ത ആയുഷ്കാലമൊക്കെയും എനിക്ക് പറയുവാൻ കഴിയും, അവർ നന്നായി, അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, അവർക്ക് ശരീരസുഖമുണ്ടായിരുന്നപ്പോൾ നന്നായി ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവനാമത്തിനു വേണ്ടി ചിലവഴിച്ചു. സഭയോട് നല്ല കൂറ് പുലർത്തി മുന്നോട്ട് പോകുവാനിടയായി. എന്നാൽ ഇന്നലെ രാവിലെ വരെ അവർക്ക് ദൈവം ജീവിക്കുവാനുള്ള ആയുസ് ദൈവം നൽകി. ആ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ആ സഹോദരി ദൈവസന്നിധിയിൽ വിളിക്കുവാനിടയായി. എന്നാൽ അതിനുശേഷം പ്രിയ സഹോദരിക്ക് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്, അവരുടെ ബന്ധുമിത്രാദികൾക്ക് ചെയ്യുവാൻ കഴിയുന്നത്, സഭയ്ക്ക് അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത് ഒരു കാര്യമേ ഉള്ളൂ, അവരുടെ അന്ത്യ ശുശ്രൂഷ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ സഭയിൽ ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ പദവിയാണ് ഈ അന്ത്യ ശുശ്രൂഷ. അനേക ദൈവദാസന്മാരുടെ ശുശ്രൂഷ അവർക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവർ ഇത്രയും വർഷം ജീവിച്ചു, ദൈവത്തിന് വേണ്ടി പാടി പ്രാർത്ഥിച്ചു. അവസാനമായി നമ്മൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ അന്ത്യ ശുശ്രൂഷ വളരെ അനുഗ്രഹകരമായി, അത് വളരെ വിലയുള്ളതാണ്, ശ്രേഷ്ഠമേറിയതാണ്, അത് മഹത്വമുള്ളതാണ്. സ്തോത്രം. അനേകവരുടെ സാന്നിധ്യത്തിൽ ഈ ശുശ്രൂഷ ഈ സഹോദരിക്ക് ഇത്രയും സ്തോത്രം അനുഗ്രഹകരമായി നൽകുവാൻ കഴിഞ്ഞത് ഏറ്റവും അനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കുറ്റിച്ചൽ പച്ചക്കാട് അസംബ്ലീസ് കോഡ് ചർച്ചിൻ്റെ പേരിലും എൻ്റെ പേരിലും ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പോൾജി അവരുകൾ സമയം വളരെ മുന്നോട്ട് പോയി. 10 മണിക്കാണ് ഇവിടുന്ന് ബോഡി എടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 10 മണി കഴിയുന്നു. പ്രത്യേകിച്ച് ഇനി അനുശോചനം രേഖപ്പെടുത്തുന്നവരൊക്കെ പ്രത്യേകം സമയം
കീപ്പ് ചെയ്യാനായിട്ട് ഓർപ്പിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ ദുഃഖവും വേദനയൊക്കെ നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് ഈ ദിവസം ദൈവം നമുക്ക് നൽകിയത്. സ്നേഹനിധിയായ പ്രിയവാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, ഞങ്ങളേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അനുഗ്രഹീതമായി വിടവാങ്ങൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൽ അനുഗ്രഹീതരായി പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, ദൈവവചനത്തിലൂടെ ക്രിസ്തീയ പ്രത്യാശ ആഴമായി കൈമാറുന്ന അനുഗ്രഹീതരായ പ്രിയ കർത്തദാസന്മാർ, ഈ യാത്രയപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രിയ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടല്ലോ. ഇവരെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒത്തിരി സ്മരണകൾ, ഓർമ്മകൾ പ്രിയ വാത്സല്യ മാതാവിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഇവിടെ ഓർപ്പിച്ചതുപോലെ സമയം മുൻപിലില്ല എന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്തദാസന്മാരൊക്കെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഈ ഭവനവുമായി ഞങ്ങൾക്ക് ആത്മീയ ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനുജത്തി പ്രിയ വിദ്യ, സ്പിരിച്വൽ ബീറ്റ്സ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ സംഗീത വിഭാഗവുമായി കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ബന്ധപ്പെടുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. ഞങ്ങളന്ന് ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി പരിമിതികളുടെ നടുവിലാണ് പ്രിയപ്പെട്ട വാത്സല്യ കുടുംബമായിരുന്നത്. ഞങ്ങളെപ്പോഴും ആ പ്രിയ മോളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കാറുണ്ട്. ആ പരിമിതിയുടെ നടുവിൽ നിന്ന് കർത്താവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒത്തിരി ക്രൈസിസ്, ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അവിടെ നിന്ന് പ്രാർത്ഥനയോടെ ഒരു പടയോട്ടം തന്നെയായിരുന്നു. ഇന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും അനുഗ്രഹീതരായ ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ വിട്ടുപിരിഞ്ഞ പ്രിയ മാതാവിന് ഏറ്റവും ശ്രേഷ്ഠമായ മഹനീയമായ ഒരു ശുശ്രൂഷ നൽകുവാൻ പ്രാപ്തിയായെങ്കിൽ അത് കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. സ്തോത്രം. അത് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം തന്നെയാണ്. അത് കർത്താവിൻ്റെ വേലയിൽ കൈത്താങ്ങൽ കൊടുത്ത് ചേർന്ന് നിന്നതുകൊണ്ട് മാത്രമെന്ന് ഞങ്ങൾക്ക് വളരെ ആത്മാർത്ഥതയോടെ പറയുവാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. ഞാനെൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയ വിദ്യയുടെ പിതാവിൻ്റെ ഇതുപോലുള്ള ശുശ്രൂഷയിൽ, ഇവിടെ വാങ്ങൽ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. അതിൽ നിന്ന് എത്രയോ വർഷങ്ങൾ പിന്നിട്ട് ഇന്ന് പകൽ പ്രിയ മാതാവിന് ദൈവം ദീർഘായുസ് കൊടുത്തു. കുഞ്ഞുങ്ങളുടെ നന്മകൾ, അവരനുഭവിക്കുന്ന ആ ദൈവിക അനുഗ്രഹങ്ങളൊക്കെ കാണുവാൻ അവർക്ക് ദൈവം അവസരം നൽകി. ഒരു കാര്യം ആത്മാർത്ഥതയോടെ ഞാൻ പറയട്ടെ, എൻ്റെ ചിന്ത പൂർണ്ണ തൃപ്തിയോടുകൂടെയാണ്, സമാധാനത്തോടു കൂടെയാണ് പ്രിയ മാതാവ് നമ്മെ വിട്ട് പിരിഞ്ഞത്. സ്തോത്രം. ഇന്നലെ പകൽ പ്രിയ മാതാവ് രോഗമുള്ള, വ്യസനമുള്ള, ക്ഷീണമുള്ള ശരീരത്തോടെ നമ്മെ വിട്ട് കടന്നുപോയി. പ്രിയ മാതാവിൻ്റെ കണ്ണുകൾ അടഞ്ഞു. പക്ഷേ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളൊരു ദൈവ പൈതലിന് സന്തോഷത്തോടെ പറയുവാൻ കഴിയും, അങ്ങ് അക്കരെ ഇൻപങ്ങളുടെ പരദീസയിൽ പ്രിയ മാതാവ് കണ്ണു തുറന്നപ്പോൾ രോഗമില്ലാത്ത, ക്ഷീണമില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത ആ നിത്യ തുറമുഖത്ത് എത്തിച്ചേർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കാരണം നമ്മുടെ പ്രത്യാശ ഇത് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ വഴിയായി കടന്നു പോകുന്നവരാണ്. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇൻപങ്ങളുടെ പർദീസയിൽ വെച്ച് ഞങ്ങളേറെ സ്നേഹിച്ച പ്രിയ മാതാവിനെ വീണ്ടും കാണാമെന്നുള്ള നിത്യപ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. തിരുവനന്തപുരം സ്പിരിച്വൽ ബീറ്റ്സിൻ്റെയും ഒപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ചൂഴമ്പല ലോക്കൽ സഭയുടെ എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്തുവുള്ള പ്രത്യാശയും ആശ്വാസവും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട്, കുടുംബത്തോട് അറിയിക്കുന്നു. സർവശക്തനായ ദൈവം, സർവ്വ ആശ്വാസങ്ങളുടെ ഉറവിടമായി കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. നമ്മെ വിട്ട് കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട പ്രിയ മാതാവിൻ്റെ ഇളയ മകളാണ് സിസ്റ്റർ വിദ്യ. വിദ്യയോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ ആത്മീയ ഗാന ശുശ്രൂഷയിൽ തിരുവനന്തപുരത്തു നിന്നല്ല, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അറിയപ്പെടുന്ന ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററിനോടൊപ്പം ആത്മീയ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന അനേക ദൈവത്തിൻ്റെ ദാസന്മാർ ഇവിടെ വന്ന അനുശോചനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ സുനിൽ സോളമൻ, സുജിത് ബാബു ഇവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക്
സമയം നൽകുന്നു. ദൈവം സഹായിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വം. ദുഃഖം നിറഞ്ഞ അതുപോലെ തന്നെ പ്രത്യാശ നിർഭരമായ ഈ സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം എനിക്കും കുടുംബത്തിനും തന്ന ഈ സമയത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേർപാട് എപ്പോഴും ദുഃഖമുള്ളതാണ്. പ്രായവ്യത്യാസമന്യേ വേർപാട് നമുക്കെപ്പോഴും ദുഃഖം പകരുന്നതാണ്. ഒരു മാതാവില്ലാത്ത ദുഃഖം, പിതാവില്ലാത്ത ദുഃഖം വളരെ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തൻ്റെ മക്കൾ കടന്നു പോകുന്ന ആ ഒരു മാനസികമായ അവസ്ഥ എനിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മെ പിടിച്ചു നിർത്തുന്നത്, ബലത്തോടെ നിർത്തുന്നത് കർത്താവിലുള്ള പ്രത്യാശ ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ദുഃഖവും മുറവിളിയും ഒന്നുമില്ലാത്തത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിനെ നേരിൽ കാണുന്ന ആ സുദിനം. അന്ന് പ്രിയമാതാവ് രോഗമുള്ള ശരീരത്തോടു കൂടി ആയിരിക്കില്ല. കണ്ണുനീരില്ലാത്ത, രോഗമില്ലാത്ത, ബലഹീനതകളില്ലാത്ത ആ തേജസ്സിൻ്റെ ശരീരത്തോടു കൂടി ആ നിത്യതയിൽ കാണുവാൻ കഴിയും. ആ പ്രത്യാശയാണ് ഓരോ ദൈവ പൈതലിനെയും ബലത്തോടെ നിർത്തുന്നത്. ഈ തരുണത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന CMF കുടുംബത്തിൻ്റെയും, ഇപ്പോൾ തന്നെ CMFൻ്റെ കോർ ടീം റെപ്രസെൻറ്റേറ്റീവ്സ്, അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ്, പ്രിയ സഹോദരങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയ വിദ്യ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ഞങ്ങളുടെ ചെറിയ ടീമായ ഡിവൈൻ ഹാർപ്പിൻ്റെയും ഭാഗമാകുവാൻ വളരെ ആത്മാർത്ഥമായി ദൈവസ്നേഹത്തിൽ ഞങ്ങളോട് സഹകരിക്കുവാനും ദൈവം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയ വിജേഷ്, വിദ്യ, ഈ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആ ബന്ധം വളരെ ദൃഢമാണ്. അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ട്രിവാൻഡ്രം റീജിയൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് വിദ്യ. ആ രീതിയിലും വളരെ സജീവമായി കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്നു. കർത്താവിൻ്റെ ദാസൻ സുജിത് ബാബു ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയും ഞാൻ അറിയിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. സമയം നിന്ന് കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രത്യാശ നിർഭരമായി നല്ല പ്രഭാതത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വശത്ത് ദുഃഖമുണ്ടെങ്കിലും മറ്റൊരു വശത്ത് മാതാവിനെ വീണ്ടും നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എൻ്റെ പപ്പ മരിച്ച സമയത്ത്, പപ്പ ഈ ലോകം വിട്ട യാത്രയപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ മിക്കവാറും എല്ലാ മരണ വീട്ടിൽ ഞാൻ പറയാറുണ്ട്. നമുക്ക് ആശ്വാസം നൽകാൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല. നമുക്ക് ആശ്വാസം നൽകാൻ പറ്റുന്നത് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമാണ്. നല്ല വാക്കുകളെല്ലാം പറഞ്ഞ് നമ്മളെല്ലാം പിരിഞ്ഞു പോകും. 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും. പക്ഷേ ഈ ഓർമ്മകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ അന്നെല്ലാം ആശ്വസിപ്പിക്കാൻ ആ പരിശുദ്ധാത്മാവ് മാത്രമേ കാണുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. 23-ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാമെന്നുള്ള സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കൊച്ചുപ്രായം മുതൽ എല്ലാവരും കേട്ടിട്ടുള്ള സങ്കീർത്തനം. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കൂരിരുട്ട് താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ യേശു, നല്ല ഇടയനായ യേശു എന്നോട് കൂടെ ഇരിക്കുന്നു. മറ്റൊരു വേർഷനിൽ ഇങ്ങനെ പറയുന്നത്: മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ. മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ. ഇന്ന് ഈ കുടുംബം മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു പോവുക. നമ്മളെല്ലാവരും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം മറ്റുള്ളവരെ മരണനിഴലിൻ്റെ താഴ്വരയിൽ കടത്തിവിടുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകേണ്ടവരാണ്. മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
മരണമല്ല ആ നിഴലുണ്ടാക്കുന്നത്, ഒരിക്കലും ഒരു വസ്തുവല്ല ആ നിഴലുണ്ടാക്കുന്നത്. മരണം വന്നു, ഭയങ്കരം ദുഃഖകരമാണ്, വേർപാട് ദുഃഖകരമാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ആ നിഴലുണ്ടാക്കാൻ കാരണമായത് വലിയൊരു പ്രകാശമാണ്. ആ പ്രകാശം ഉള്ളത് കൊണ്ടാണ് നിഴലുണ്ടാകുന്നത്, അല്ലാതെ മരണം വന്ന് നിൽക്കുന്നത് കൊണ്ടല്ല. ഇന്ന് ഈ ദുഃഖം വന്നതും ദുഃഖം കൊണ്ട് അവസാനിക്കുന്നില്ല. നിത്യയിൽ കാണാമെന്നുള്ള സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും നടത്തട്ടെ. പ്രത്യേകിച്ച് സഹോദരി വിദ്യ, സഹോദരൻ വിജേഷ്, അവരോടുള്ള ബന്ധത്തിലാണ് ഞാനിവിടെ കടന്നു വന്നത്. ഒത്തിരി പേർ പറഞ്ഞതുപോലെ അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ പാട്ടിലൂടെ ഉയർത്തുവാൻ, പ്രിയ സഹോദരങ്ങളോടൊപ്പം നിൽപ്പാൻ, വിദ്യയോടൊപ്പം നിൽപ്പാൻ ദൈവം സഹായിച്ചു. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മാതാവ് അങ്ങനെ ഒരു മകളെ കൊച്ചു പ്രായത്തിൽ പല പ്രോഗ്രാമിനൊക്കെ വിട്ടതിനോർത്ത് ഞാൻ മാതാവിനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് നൂറുകണക്കിന് വ്യക്തികളെ ഹൃദയങ്ങൾ ആശ്വാസമായി അനേക ഗാനങ്ങൾ പാടുവാൻ പ്രിയ സഹോദരി കർത്താവ് സഹായിച്ചത്. ട്രിവാൻഡ്രം CMF ക്രിസ്ത്യൻ മ്യൂസീഷ്യൻസ് ഫെലോഷിപ്പിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് വിദ്യ. ഞങ്ങളുടെ ടീമിൻ്റെ അഗാധമായിട്ടുള്ള അനുശോചനവും പ്രത്യാശയും അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബി ചില വാക്കുകൾ നമ്മോട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ ദിവ്യ. പ്രത്യാശ നിർഭരമായ ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ദുഃഖാർദ്ധരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനം. ഈ പ്രിയമാതാവിൻ്റെ മൂത്ത മകൾ പ്രിയ ദിവ്യ ചേച്ചിയുടെ വിവാഹം കഴിച്ചത് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ പ്രിയ സന്തോഷാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിലാണ് ഞാനിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ പ്രിയ സഹോദരങ്ങൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ദേശനിവാസികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയമാതാവിൻ്റെ ചില ദിവസങ്ങൾക്ക് മുൻപ് വരെയും ആ പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ സർജറിയോടും അതിനുശേഷമുള്ള ശുശ്രൂഷയോടുള്ളൊക്കെ ബന്ധത്തിൽ ചില ദിവസങ്ങൾ ആ ഭവനത്തിലായിരുന്നു. ആ പ്രിയപ്പെട്ടവളെ ആ ശുശ്രൂഷകളിൽ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഇടവരുത്തി. വേർപാടെന്നും ദുഃഖം നൽകുന്ന ഒന്ന് തന്നെയാണ്. വിശേഷിയാൽ രക്തബന്ധങ്ങൾ ആകുമ്പോൾ അത് നല്ലവണ്ണം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എൻ്റെ പിതാവ് കഴിഞ്ഞ 22-നാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. പ്രിയ മാതാവ് ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത ഭവനത്തിലുണ്ടായിരുന്നു. അതിനുശേഷമായി പ്രിയപ്പെട്ടവളോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ദൈവം കൃപ ചെയ്തു. എങ്കിലും ഈ പ്രിയപ്പെട്ടവരുടെ വേർപാട് നിമിത്തം ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം സമാശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ക്രിസ്തീയ ദുഃഖവും പ്രത്യാശയും എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തി എന്ന മഹാനായ മനുഷ്യൻ അവസാനം തൻ്റെ ജ്വരം ബാധിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ വൈദ്യന്മാരോട് ചോദിച്ചൊരു കാര്യമുണ്ട്. എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ മാതാവിനെ എനിക്കൊന്ന് കാണുവാൻ 24 മണിക്കൂർ എൻ്റെ ജീവിതത്തെ ഒന്ന് നീട്ടി നൽകുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രേഷ്ഠന്മാരായ വൈദ്യന്മാർ പറഞ്ഞു, അതിനാരും ഞങ്ങളാരും ദൈവം അല്ലല്ലോ നിൻ്റെ ആയുസ്സിനെ നീട്ടുവാൻ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ നല്ല പൊറുപ്പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. സകലതും നേടിയെടുത്ത അലക്സാണ്ടർ ഈ ഭൂമിയിൽ നിന്ന് ഒന്നും തന്നെ കൊണ്ടുപോകാതെ പോയപ്പോൾ സകലത്തെയും ചപ്പൊന്നും ചവറൊന്നും എണ്ണിയ അപ്പോസ്തലനായ പൗലോസ് സകലത്തെയും നേടിയെടുത്ത ഒരു മനുഷ്യനായി വിടവാങ്ങി. അതുപോലെ പ്രിയ മാതാവും അപ്രകാരം വിടവാങ്ങിയെന്ന ക്രിസ്തുവിൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും വിശേഷിയാൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ശാലേം പൗടിക്കോണം സഭയുടെയും ശാലേം നഗറിലെ എല്ലാ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളുടെയും ദൈവമക്കളുടെയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ വിഴിഞ്ഞമേറിയുടെയും സഭയുടെയും ക്രിസ്തുവിലുള്ള ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാം വിടുതേവിച്ചതിന് പകർക്കാലം
എനിക്ക് ദൈവമക്കളുടെ മുൻപാകെ നിന്ന് എഴുന്നേൽക്കുവാൻ തക്കണം ദൈവം സഹായിച്ചിട്ട് വയ്ക്കാൻ സ്തുതിക്കുന്നു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും ഇല്ല. അമ്മ നന്നായി ഞങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തന്നു. കുഞ്ഞുനാൾ മുതലേ ഞങ്ങളെ ദൈവാലയത്തിൽ കൊണ്ടുപോവുകയും ദൈവത്തിനെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആത്മീയമായി ഞങ്ങൾ രണ്ടുപേരെയും അമ്മയ്ക്ക് 2 പെൺമക്കൾ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. 2 പെൺമക്കളെ ദൈവവേദയായി വളരെ വളർത്തുവാൻ തക്കവണ്ണം അമ്മയ്ക്ക് കഴിഞ്ഞു. അതിനേക്കാൾ ഒരു എൻ്റെ അനിയത്തിക്ക് എൻ്റെ അനിയത്തിക്ക് 12ാമത്തെ വയസ്സിലൊരു സർജറിയുടെ വിഷയമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് എൻ്റെ അമ്മ അനിയത്തിക്ക് വേണ്ടി നിലവിളിക്കുന്ന അനുഭവം ഞാൻ കണ്ടതാണ്. ഡോക്ടർ പറഞ്ഞു 15 ദിവസം മാത്രമേ നിങ്ങളുടെ മകൾ ജീവിച്ചിരിക്കുകയുള്ളൂ. അത് മാത്രമേ മരണത്തോട് മലയടിക്കുന്ന സമയത്ത് രക്ഷപ്പെടുമെന്ന് പോലും വിചാരിച്ചില്ല. എന്നാൽ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് അമ്മ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചു. ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട്, ദൈവമേ എൻ്റെ മകളെ നീ ജീവനോടെ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ദൈവനാമത്തിന് വേണ്ടി അവളെ പാടുവാനും മാത്രമേ ഇവിടത്തുള്ളൂ എന്ന് ആ ഒരു വാക്ക് അമ്മ അവളോട് പറയുകയും ചെയ്തു. അതിന്ന് വരെ അവൾക്ക് പുലർത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിനേക്കാളുപരി എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്കായി കുറച്ച് ചെറിയ ഒരു സർജറിയുടെ വിഷയമായി എൻ്റെ ഹോസ്പിറ്റലായിരുന്നു. അവിടെ ആയിരുന്ന സമയത്തും എൻ്റെ അമ്മയെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം എനിക്ക് ദൈവം എന്നെ സഹായിച്ചു. അതോടൊപ്പം ആ സർജറി ചെയ്യുന്നതായ സമയത്ത് ഡോക്ടർ പറഞ്ഞു BP നല്ല ഹൈ ആയിട്ട് കയറി വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഡോക്ടർ പറഞ്ഞു രക്ഷപ്പെടുമെന്നുള്ള ചാൻസ് ഹൈ റിസ്കിലാണ് ഞാൻ ആ സർജറി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. എന്നാൽ ആ സമയത്ത് ഞാൻ ദൈവത്തോട് നിലവിളിച്ച്, ദൈവമേ എൻ്റെ അനിയത്തിക്ക് വേണ്ടി അമ്മ നിലവിളിച്ച് കരഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിക്കുക, എൻ്റെ അമ്മ ജീവനോടെ ദൈവം എനിക്ക് ഭൂമി തരണമെന്ന്. അന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ അല്പം പ്രവർത്തിപ്പാൻ തക്കവണ്ണം എൻ്റെ അമ്മ ജീവനോട് ദൈവം എന്ന് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയോട് സംസാരിച്ചത് വിഷയം, എൻ്റെ മക്കളെ എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്ന് എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് നിങ്ങൾ ഇനി ആശുപത്രിയിലൊന്നും ഒരിടത്തും കൊണ്ടുപോകണ്ട, എൻ്റെ വീട്ടിൽ കിടന്ന് എനിക്ക് മരിച്ചാൽ മതി, എന്നെ നിങ്ങൾ ഇനി ആശുപത്രിയിൽ ഒരിടത്തും കൊണ്ടുപോകാത്തവണ്ണം ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്കത് കാണുവാൻ തക്കുള്ള ഭാഗ്യം തരണമേന്ന്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം അനിയത്തിക്ക് ഞങ്ങൾക്ക് 2 പേർക്കുമായി എൻ്റെ അമ്മയെ നന്നായി ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം വലിയൊരായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചു. ഒരു കണ്ണിരോ നിലവിളിയോ ഞങ്ങൾക്ക് ഇന്ന് ഈ നിലവിളിക്കുവാനല്ല, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ തുറമുഖത്ത് ഞങ്ങൾക്ക് എൻ്റെ അമ്മയെ കാണുവാൻ കഴിയുമെന്നൊരു വിശ്വാസം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. തുടർന്നും എൻ്റെ കുടുംബത്തിന് ആശ്വാസവും ലഭിക്കാൻ വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് കടന്നു വന്ന ദേവദാസന്മാർക്കും ദേശവാസികൾക്കും കടന്നു മ്യൂസിക് ഫീൽഡിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രൈസ് ലോർഡ്. നാം പ്രധാന ശുശ്രൂഷയിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. പ്രധാന ശുശ്രൂഷ നിർവഹിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ദക്ഷിണ മേഖല മുൻ ഡയറക്ടർ ആയിരുന്ന പാസ്റ്റർ PK യേശുദാസ് അവറുകളാണ്. അദ്ദേഹം ഇപ്പോൾ കാട്ടാക്കട അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ അനുഗ്രഹീതനായ ശുശ്രൂഷകനായിരിക്കുന്നു. കർത്തൃദാസനായിരിക്കും പ്രധാന ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതിനു മുമ്പായി ഞാനിപ്പോൾ ഇവിടെ കുറ്റിച്ചൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനാണ്. ഇവിടെ 3 മാസമേ ആയിട്ടുള്ളൂ ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നിട്ട്. ഈ 3 മാസത്തെ പരിചയം മാത്രമാണ് ഈ കുടുംബവുമായിട്ടുള്ളത്. ഈ 3 മാസം കൊണ്ട് തന്നെ ഈ കുടുംബത്തെ കൂടുതലായിട്ട് അറിയുവാൻ ദൈവം സഹായിച്ചു. എൻ്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിലുള്ള എല്ലാ ദൈവമക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേക ആശ്വാസവും പ്രത്യാശയും ഈ കുടുംബത്തിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ പ്രധാന ശുശ്രൂഷകൾ ചെയ്യുന്നതിലേക്കായി കർത്താനദാസൻ പാസ്റ്റർ PK യേശുദാസ് അവരുകളെ ഞാൻ ഏൽപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ മനോഹരമായ ദിവസം മഹത്വപ്പെടട്ടെ. ഏറെ പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരത്തിന് മുമ്പാകെ ആയിരിക്കുന്ന അവരുടെ മക്കൾ, മരുമക്കൾ, അവരുടെ പ്രിയപ്പെട്ടവർ, അവരോടൊപ്പം ഈ വാത്സല്യ സഹോദരിയോടൊപ്പം കർത്താവിനെ ആരാധിച്ച ധാരാളം ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ, ഈ ഭൗതിക ശരീരം ഒരു നോക്ക് കണ്ട് അനുശോചനം
പറയാനായിട്ട് വന്ന ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർ, ഈ ഭൗതിക ശരീരത്തിന് നാം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന കുറ്റിച്ചൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഏറ്റവും ബഹുമാന്യനായ പാസ്റ്റർ കിങ്സ്റ്റൺ, ഈ ലോക്കൽ സഭ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള ആരനാട് സെക്ഷൻ്റെ പ്രസ്പിറ്റർ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ധർമ്മദാസ്, ഈ സഭയിൽ ദീർഘകാലം കർത്താവിനെ അക്ഷയമായി ശുശ്രൂഷിച്ച് ഇന്ന് പെരുങ്ങടവിള സെക്ഷൻ്റെ പ്രസ്പിറ്ററായിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ ബിനു തോമസ്, ഈ സഭയുടെ മുൻ ശുശ്രൂഷകൻ പാസ്റ്റർ ഗിൽബർട്ട്, അതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം ജെ ഫിലിപ്പ് തുടങ്ങി കർത്താവിൻ്റെ ദാസൻ പ്രിയ അനുഗ്രഹരായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ മാതാവിൻ്റെ പ്രിയ മകളുമായി കർത്താവിൻ്റെ വേലയിൽ ഗാനശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത നിരവധി ദൈവദാസന്മാർ, പാസ്റ്റർ സുനിൽ സോളമൻ, അതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുജിത്ത് തുടങ്ങി നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആദ്യം ഈ നാട്ടിൽ ഞാൻ വരുന്നത് 1990-ലാണ്. 1990 ഞാൻ ചുള്ളിമാനൂർ സ്വദേശിയാണ്. അവിടെ ഞങ്ങളുടെ വീട്ടിന് സമീപമുള്ള ഒരു പാസ്റ്റർ അപ്പച്ചൻ, അദ്ദേഹത്തിൻ്റെ പേര് പിന്നീടാണ് ഞാൻ അറിയുന്നത്, നെൽസൺ. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ പാസ്റ്റപ്പച്ചൻ എന്ന് വിളിക്കുന്ന ഒരു കാലം. അന്ന് എൻ്റെ 17ാമത്തെ വയസ്സ് ഞാൻ യേശുവിനെ അറിഞ്ഞു വരുന്ന ഒരു കാലം. എൻ്റെ ബ്രദർ അന്ന് അദ്ദേഹത്തിന് 14 വയസ്സ്. ഈ പാസ്റ്റപ്പച്ചനൊരു പഴയ ഒരു MIT ഉണ്ട്. ഇവിടെ വരുമ്പോഴെല്ലാം ഞങ്ങളെ കൂടെ ഉത്സാഹിപ്പിച്ച് ആ വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവരും. അന്നു മുതൽ ഈ നാടിനോട് എനിക്ക് അടുപ്പമുണ്ട്. പിന്നീടാണ് 95 കാലഘട്ടങ്ങളിൽ ഞാൻ കർത്താവിൻ്റെ വേലയിൽ വരുന്നത്. അന്ന് ഈ ചർച്ചിൻ്റെ പുറകിലൊരു പുഷ്പമ്മ, ഇവിടെ ഒരു ത്രേസ്യാമ്മ, അതിനിപ്പുറത്ത് വേറൊരു സിസ്റ്റർ, ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അല്ല ഇവിടുത്തെ ഗീതമ്മ. ഓക്കെ, അപ്പം 3-4 സഹോദരിമാരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീരിന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളന്ന് കൊച്ചു പിള്ളേരാണ്. ഏതൊക്കെയോ ദൈവത്തിൻ്റെ ദയനിമിത്തം എനിക്കും ഈ മഹാദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ധാരാളം ജ്വലിക്കുന്ന ഓർമ്മകൾ. ശുശ്രൂഷയിൽ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് ഈ ചർച്ചിൻ്റെ ഫ്രണ്ടും ഈ ചർച്ചിനാഹവും പ്രാർത്ഥിച്ച ധാരാളം നല്ല ഓർമ്മകളായിരിക്കാം ഈ ശുശ്രൂഷയ്ക്കായി ഈ സാധുവായ എന്നെ നിയോഗിക്കാൻ മഹാദൈവത്തിന് തിരുവുള്ളമുണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയ മക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെ മാതാവിൻ്റെ വിയോഗം സാരമില്ലെന്ന് പറയാൻ ഞാൻ ആളല്ല. ഒരു മാതാവിൻ്റെ വിയോഗം നിങ്ങളുടെ ജീവിതത്തിലെ സ്വകാര്യ വേദന തന്നെയാണ്. എങ്കിലും ദീർഘമായ 67 എന്ന ഒരു കാലഘട്ടം വളരെ പരിമിതമായൊരു കാലഘട്ടമാണ്. എങ്കിലും ദൈവം നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ദുഃഖവും ദൈവം നിങ്ങൾക്ക് സന്തോഷമാക്കി തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സകല ആശ്വാസത്താലും ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ഭൗതിക ശരീരത്തിന് നാം കൊടുക്കുന്ന പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ, അതിൻ്റെ ആദ്യ ഭാഗം നാം ഇവിടെ ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം മറ്റൊരു ശ്മശാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അധ്യക്ഷൻ പറഞ്ഞ സമയത്തിന് അകത്ത് ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക് നാം വിരാമം കുറിച്ച അനന്തരം വിലാപയാത്രയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്ഥലത്തേക്ക് നാം പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരീരത്തിന് അല്പ ബലഹീനതകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സഹോദരിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അന്ത്യചുംബനം പോലെയുള്ള നിങ്ങളുടെ സ്നേഹ പ്രകടനങ്ങൾക്ക് രണ്ടാമത്തെ സമയത്തായിരിക്കും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം
25 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ ഇവിടെ വായിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്താൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറയിലുള്ളവർ എല്ലാവരും അവിടുത്തെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. 3 സുപ്രധാന കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്. 1, മരണത്തിൻ്റെ അനിവാര്യത. 2, ന്യായവിധിയുടെ സ്വീകാര്യത. 3, പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പ്. മരണത്തിൻ്റെ അനിവാര്യത എന്ന് പറയുമ്പോൾ, മരണം മനുഷ്യനെ അനുവദിച്ച ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. മരണം പാപം നിമിത്തം ഭൂമിയുടെ മേൽ ദൈവം അനുവദിച്ച വ്യവസ്ഥയാണ് മരണമെന്ന് തിരുവചനം പറയുന്നു. എന്നാൽ മരണം എല്ലാവരിലും തിരുവചനം പറയുന്നു കടന്നിരിക്കുന്നു. നാം എല്ലാവരും ഒരു ദിവസം മരിക്കും. നമുക്ക് തൊട്ടു മുമ്പ് ഈ മാതാവ് ഈ ഭൂമിയിൽ നിന്ന് പോയെന്നേ ഉള്ളൂ. മരണമെന്ന ക്യൂവിൽ നമ്മിൽ ആരോ ഒരാൾ തൊട്ടുപുറകിൽ നിൽപ്പുണ്ട്. എത്ര പേർക്കറിയാം? മരണമെന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തിരിച്ചു പോകാനുള്ള കൺഫേമായ റിട്ടേൺ ടിക്കറ്റാണ് മരണം. ജനനത്തിനിവിടെ ഓർഡർ വെച്ച ദൈവം മരണത്തിന് ഓർഡർ വെച്ചില്ല. മരണം ഏത് നിമിഷവും നമ്മളെ കൊണ്ടുപോകാം. 93 വയസ്സുള്ള ശാരീരിക ബലഹീനതകൾ കൊണ്ട് ദീർഘനാളുകൾ കിടക്കയിലായിരിക്കുന്ന ഒരമ്മ വീട്ടിലുള്ളപ്പോൾ 13കാരനെ മരണം കൊണ്ടുപോയി. ആ 13കാരൻ്റെ മരണ ശുശ്രൂഷയ്ക്കായി നിൽക്കുമ്പോൾ അവിടെ ആരോ നിലവിളിച്ചതെൻ്റെ കർണങ്ങളിൽ എത്തിയത്, 93 വയസ്സുള്ള മരണം കാത്ത് കിടക്കുന്ന അമ്മയെ നീ കണ്ടില്ലയോ? 13കാരനെയോ നീ കൊണ്ടുപോകുന്നത്. മരണത്തിന് അതാണ് വ്യവസ്ഥ. 2, മരണാനന്തരം ഒരു ന്യായവിധിയുണ്ട്. തിരുവചനം പറയുന്നു, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിനു തക്കവണ്ണം പ്രാപിക്കാൻ നാം ഒരു ദിവസം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുന്നിൽ നിൽക്കണം. 3, ഒരു പുനരുത്ഥാനമുണ്ട് എന്ന് ഈ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ രണ്ടാമത് വരേണ്ടതാണ് പുനരുത്ഥാനം, പിന്നീടാണ് ന്യായവിധി. എന്നാൽ പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പെന്താണ്? നമുക്ക് മുമ്പ് മരിച്ച കോടി വിശുദ്ധന്മാർ, ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ കഴിയാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒത്തിരി ആളുകൾ. കോവിഡ് എന്ന മഹാമാരി വന്നു. 10,000 ലക്ഷങ്ങൾ സ്വന്തം മാതാപിതാക്കളുടെയോ കുഞ്ഞുങ്ങളുടെയോ സ്നേഹാദരവിൻ്റെ ഒടുവിലത്തെ അന്ത്യചുംബനം ലഭ്യമാകാതെ ഒരു കുഴിയിൽ 100 കണക്കിന് ഭൗതിക ശരീരങ്ങൾ മറവ് ചെയ്ത രാജ്യത്ത് ഇവരെല്ലാം നമുക്ക് മുമ്പ് കടന്നുപോയി. ഇവരെല്ലാം ഒരു ദിവസം ഉയർക്കുമെന്നതിൻ്റെ ഉറപ്പെന്താ? ഒറ്റ ഉറപ്പാണ് തിരുവചനം പറയുന്നത്, യേശു മരിച്ചിട്ട് ഉയർത്ത് എഴുന്നേറ്റിരിക്കുകയാൽ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന തിരുവചനം ശക്തിയോടെ പ്രസംഗിക്കാൻ ഞങ്ങൾ പ്രാപ്തരാക്കിയത് ഒരു കാര്യം ഓർക്കുന്നു, മരണത്തെ വിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു യേശു ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നു, മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ നിര പറഞ്ഞിട്ട് പറയുന്നു, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അന്ന് അവസാനം. അന്നവൻ വാഴ്ചയ്ക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? സ്തെഫാനോസിനെ നല്ലയടക്കം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? നന്നായി ജീവിച്ചത് നിമിത്തം നിത്യതയിലേക്ക് തന്നെ ഒരുക്കി അയച്ചെന്ന ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയാം. മക്കൾ വിലപിക്കുന്നത് അമ്മ പോയല്ലോ എന്ന് വിലപിക്കുമ്പോൾ വന്നല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറയുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യാമോ? 4 വീട് ഈ അമ്മ ഒഴിഞ്ഞുപോയി.
അവരുടെ അമ്മയുടെ ഉദരം എന്ന വീട്, ശരീരമെന്ന വീട്, ദൈവസഭ എന്ന വീട്, ഈ ഭൂമി എന്ന വീട്, 4 വീട് ഇവർ ഒഴിഞ്ഞിട്ട് 5ാമതൊരു വീട്ടിലേക്ക് അവർ പോയിരിക്കുകയാ. ഞാൻ ആ വീട്ടിന് പണ്ട് 90കളിലെ വീടല്ല ഇന്ന്. പക്ഷേ മറ്റു വീടുകളെ അപേക്ഷിച്ചാൽ ഇന്നും ആ വീട്ടിന് ധാരാളം പരിമിതിയുണ്ട്. പക്ഷെ പരിമിതിയില്ലാത്തൊരു തേജസ്സിൻ്റെ വീട്ടിലേക്ക് അവർ പോയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെ മക്കളുടെ പേര് പറഞ്ഞതിനേക്കാളും ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കാൻ സാധ്യത ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ പേരാണ്. ആ പേരാണ് യേശു എന്ന പേരാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വീട്ടിൻ്റെ പ്രത്യേകത ഈ ഭൂമിയിലെ വീട്ടിൻ്റെ പ്രത്യേകത പോലെയല്ല. ഇവിടെ മരിച്ച ധാരാളം ആളുകൾ ഈ സമീപ സ്ഥലത്തൊക്കെ ഞാൻ കണ്ടു വന്നു ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, അവരെല്ലാം പോയ വീട്ടിൻ്റെ പ്രത്യേകത വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നു. ആമേൻ, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, ആമേൻ, വേദനയില്ലാത്ത, വിലാപമില്ലാത്ത ആ തേജസ്സേറിയ വീട്ടിലേക്കാണ് അവരെല്ലാം പോയത്. നാമും ഒരു ദിവസം അവിടേക്ക് പോകാനുള്ള പ്രത്യാശയും പ്രതീക്ഷയുമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നാം ഈ രാവിലെ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ശരീരത്തിന് നാം കൊടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സല്യൂട്ട് നാം ദൈവം വാഹെ നൽകാനായിട്ട് പോകുകയാണ്. ദീർഘവർഷങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരു വിശ്വാസിയായും ഒരു ദൈവവൈതലായും കർത്താവിനെ ക്ഷയമായി സ്നേഹിച്ചതു നിമിത്തം നാം ഒരുമിച്ച് സ്തോത്രത്തോടെ ഈ ശരീരത്തിന് നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആദരാഞ്ജലി നാം അർപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവം വാഹെ എഴുന്നേറ്റ് നിൽക്കാമോ? മറുകരയിൽ ഞാൻ കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിലെന്ന ഗാനം പ്രത്യാശയോടെ പാടാൻ ഞാൻ നിങ്ങളെ വളരെ വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. ഈ സമയം അവിടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവിടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ ഈ ഭൗതിക ശരീരത്തിൻ്റെ ഏറ്റവും സമീപേ വന്നു നിന്നാൽ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അവിടെ സഹോദരങ്ങളോ, അവിടെ മരുമക്കൾ, മക്കൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവർ ഈ ഭൗതിക പേടകത്തോടെ ഏറ്റവും സമീപേ നിന്ന് ഈ മാതാവിന് അവനൊരു മഹനീയമായ സല്യൂട്ട് നൽകി നാം ഈ ശരീരത്തെ വിലാപയാത്രയായി ഈ ശരീരം സംസ്കരിക്കാനുള്ള സ്ഥലത്തേക്ക് നാം പോകുകയാണ്. ജീസസ്. ഈ പാട്ടറിയാവുന്നവർ ചേർന്ന് പാടാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. കണ്ടിടും മറുവിലയാ തന്നവരെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ, മറുകരയിൽ കണ്ടിടും മറുവിലയാ തന്നവരെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ, മുറവിളിയും ദുഃഖവുമില്ല യെരൂശലേം നഗരമതിൽ, മുറവിളിയും ദുഃഖവും
മഹത്വപ്പെടുത്താമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് പറഞ്ഞവൻ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാടിയത് ആ നിത്യതയെക്കുറിച്ചായിരുന്നു. നിങ്ങൾ സ്വപ്നം കണ്ടത് ആ നിത്യതയെക്കുറിച്ചായിരുന്നു. ഓ സ്വർണ്ണത്തേരുവിൽ വീണ്ടും കാണും പ്രിയരെയാ ദിനത്തിൽ. ഈ സമയം ദാസി എം ജെ ഫിലിപ്പ് ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിക്കും. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗപിതാവേ, പിന്നെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ മാതാവിൻ്റെ ഭൗമ ശരീരത്തോടുള്ളതായ ബന്ധത്തിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നതായ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി കടന്നു വന്നതായ പ്രത്യേകാൽ വിശ്വാസികൾ, അവൻ അതായത് ദൈവജനം, അവൻ ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാർ ഒക്കെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിലയേറിയ ആശ്വാസവാക്കുകൾ പറഞ്ഞ് കടന്നു വന്നതായ പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടുത്തുവാൻ നിന്റെ ഭൃത്യന്മാരെ നീ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. തുടർന്ന് കർത്താവേ, ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് സെമിത്തേരിയിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. യാത്രയിലേക്ക് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനത്തെ നീ നിയന്ത്രിക്കുമാറാകണമേ. അവിടെ ചെന്നാലും അവിടെ നടക്കുന്നതായ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കാൻ തക്കവണ്ണം നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതായ ദൈവത്തിൻ്റെ ദാസനെയും ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, എൻ്റെയും പാസ്റ്റർ പി കെ ജോസ്, ഞങ്ങളുടെ ഫാമിലി, അസംബ്ലീസ് ഓഫ് ഗോഡ്, കട്ടാക്കട ചർച്ച്, ബഥനി ബൈബിൾ കോളേജ്, അവിടെ പ്രത്യാശ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ ഈ സെക്ഷൻ്റെ പ്രസ്പിറ്റർ ആശീർവാദം പറഞ്ഞ് ഇവിടുത്തെ ശുശ്രൂഷകൾ അവസാനിക്കും. ഈ ശരീരം കാണാൻ ആരെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അടുത്ത് വന്ന് കാണാം. അല്ലെങ്കിൽ വളരെ അതിനുശേഷമുള്ള അനൗൺസ്മെൻറ്റ് സഭയുടെ പാസ്റ്റർ അറിയിക്കും. കർത്താവ് സഹായിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും പ്രകാരം നമ്മോട് നിന്ന് ചോദിച്ച വിഷയത്തോടും വിശേഷാൽ വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളോടും ഇന്നും നീക്കും കർത്താവിൻ്റെ ഒരു ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വിലാപയാത്ര കടന്നു പോകുന്ന വഴി ഇവിടെ നിന്ന് ആര്യനാട്, വെള്ളനാട്, നെടുമങ്ങാട്, പേരൂർക്കട, അമ്പലമുക്കിൽ നിന്ന് റൈറ്റ് എടുത്ത് പരുത്തിപ്പാറ ജംഗ്ഷൻ അടുത്താണ് ഈ സെമിട്രി. അവിടേക്ക് എത്തിച്ചേരാനായിട്ട് ഓർപ്പിക്കുന്നു കൂടെ വരുന്നവർ. സെമിട്രിയിലേക്ക് വരുന്നവർക്ക് വേണ്ടി ഒരു വാഹനം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന വിവരവും കൂടി അറിയിക്കുന്നു.
നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ നാമശോഭന നാട്ടിൽ പാടുന്നു വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗ